തൊട്ടിമുതൽ കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. MLA സ്ഥാനം നഷ്ടപ്പെട്ടേക്കും. ഒപ്പം തന്നെ തടവ് ശിക്ഷ ആന്റണി രാജുവിന് ലഭിച്ചിരിക്കുന്നു. കോടതിയുടെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. MLA സ്ഥാനം നഷ്ടമായേക്കുമെന്നുള്ള വിവരങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത്, ഏറ്റവും പുതിയ വാർത്ത നമുക്ക് നൽകാനുള്ളത് തൊണ്ടിമുതൽ കേസിൽ കനത്ത തിരിച്ചടി ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടമായേക്കും, തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, കേസിലെ 1ഉം 2ഉം പ്രതികൾക്ക് 3 വർഷം വീതമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്, തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജനപ്രാതിനിധ്യ നിയമമനുസരിച്ച് ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടപ്പെടാനുള്ള സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 3 വർഷം വീതം 2 പ്രതികൾക്കും കേസിലെ തൊണ്ടിമുതൽ മോഷണവുമായി ബന്ധപ്പെട്ട കേസിലെ 2 വർഷം രണ്ടുപേർക്കും ആ കേസിലെ 2 പ്രതികൾക്കും 1ഉം 2ഉം പ്രതികൾക്ക് ആന്റണി രാജുവും അതോടൊപ്പം തന്നെ കോടതിയിലെ ക്ലർക്കടക്കം തൊണ്ടിമുതൽ സൂക്ഷിച്ചിരുന്ന ക്ലർക്കടക്കമുള്ള 2 പേർക്ക് 1ഉം 2 പ്രതികൾക്ക് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 3 വർഷം വീതമാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നെടുമങ്ങാട് കോടതിയാണ് ശിക്ഷ വിധിച്ചിരുന്നത്. അല്പസമയം മുമ്പാണ് ഈ നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ശിക്ഷാവിധി വന്നിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ആന്റണി രാജു, മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് കടുത്ത തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. അതായത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഒരു ജനപ്രതിനിധി കുറ്റകൃത്യങ്ങൾ ഏർപ്പെടാൻ അല്ലെങ്കിൽ ജയിൽവാസത്തിന് 3 വർഷം 2 വർഷത്തിൽ കൂടുതലുള്ള കുറ്റകൃത്യങ്ങൾക്ക് വിധിച്ചു കഴിഞ്ഞാൽ MLA സ്ഥാനം നഷ്ടപ്പെടുമെന്ന ജനപ്രാതിനിധ്യത്തിലെ നിയമം അനുസരിച്ചുകൊണ്ട് തന്നെ ഈ ആന്റണി രാജുവിന് MLA സ്ഥാനം നഷ്ടപ്പെടും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് കോടതി ഇത്തരത്തിൽ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ തൊണ്ടിമുതൽ മോഷണവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വലിയ പ്രമാദമായ കേസാണ് തൊണ്ടിമുതൽ മോഷണം എന്ന് പറയുന്നത്. 1990-ലാണ് ഈ കേസ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു ഓസ്ട്രേലിയ സ്വദേശിയായ ഒരു വിദേശിയെ ലഹരി ഇടപാടുമായി പിടിക്കപ്പെടുന്നു. അതിനുശേഷമാണ് അടിവസ്ത്രത്തിനുള്ളിൽ ലഹരി മരുന്നുകൾ ഒളിപ്പിച്ചു വെച്ച നിലയിലാണ് പിടിക്കപ്പെടുന്നത്. അതിനുശേഷം കോടതി 10 വർഷത്തിന് ശിക്ഷിക്കുന്നു. ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്ന സമയത്താണ് തൊണ്ടിമുതൽ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം മാറ്റി തയ്പ്പിക്കുകയും പുറത്തെടുത്തുകൊണ്ട് തന്നെ തയ്പ്പിച്ച് ചെറുതാക്കിക്കൊണ്ട് ഒരു കുട്ടിക്ക് ഉപയോഗിക്കാൻ പാകത്തിനുള്ള രീതിയിലേക്ക് മാറ്റി തയ്പ്പിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി തന്നെ കേസ് നിലനിൽക്കില്ല എന്ന് കണ്ട് വിദേശിയെ വെറുതെ വിടുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് പിന്നീടാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ജയമോഹൻ ഇതുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നത്. തൊണ്ടിമുതൽ മോഷണം നടത്തിയതിലൂടെയാണ് പ്രതി രക്ഷപ്പെട്ടത് എന്നതടക്കമുള്ളവ ചൂണ്ടിക്കാണിച്ച് കൂടുതൽ കേസ് പിന്നീട് കൊടുക്കുകയും ആ കേസുകളാണ് ഈ 34 വർഷത്തിന് ശേഷം ഇപ്പോൾ MLA സ്ഥാനം തെറിക്കുന്ന നിലയിൽ MLA സ്ഥാനം പോകുന്ന നിലയിലേക്ക് ആന്റണി രാജുവിൻ്റെ MLA സ്ഥാനം പോകുന്ന നിലയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്തായാലും 3 വർഷമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട 2 പേർക്കും 1ഉം 2ഉം പ്രതികളായിട്ടുള്ള കോടതിയിലെ ക്ലർക്ക് ജോസിനും അതോടൊപ്പം തന്നെ ആന്റണി രാജുവിനും ഉൾപ്പെടെയുള്ള 2 പേർക്കും കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. നേരത്തെ മേൽക്കോടതിയിലേക്ക് പോകണമെന്നൊരു അപ്പീൽ പ്രോസിക്യൂഷൻ നൽകിയിരുന്നെങ്കിൽ പോലും വേണ്ട, മേൽക്കോടതിയിലേക്ക് പോയി മേൽക്കോടതിയിൽ ശിക്ഷ വിധിക്കേണ്ട ആവശ്യമില്ല, ഈ കോടതിയിൽ തന്നെ ശിക്ഷ വിധിക്കും എന്ന് മജിസ്ട്രേറ്റ് സൂചിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ശിക്ഷാവിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത്. 3 വർഷത്തെ തടവിനാണ് വിധിച്ചിരിക്കുന്നത്. MLAയും മുൻ മന്ത്രിയുമായിട്ടുള്ള ആന്റണി രാജുവിനും അതോടൊപ്പം തന്നെ കേസിലെ മറ്റ് ഒന്നാം പ്രതിക്കുമാണ് 2 പേർക്കുമാണ് ഇപ്പോൾ കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. വിഷ്ണു, പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ നിർണായകമായ ശിക്ഷാവിധിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം, കോടതി ഓരോ വസ്തുതകളും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാജരേഖ ചമയ്ക്കൽ, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ തുടങ്ങി ഓരോ വസ്തുതകളിലും കൃത്യമായ നിരീക്ഷണം നടത്തിയിരിക്കുന്നു. അതെല്ലാം പ്രകാരമാണ് ഇപ്പോൾ ഒരു ശിക്ഷാവിധി ഉണ്ടാകുന്നത്, അല്ലേ? വിഷ്ണു, സമഗ്രമായ രീതിയിൽ കോടതി ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണം നടത്തിയിരുന്നു. നിരീക്ഷണം നടത്തിയതിനു ശേഷം മാത്രമാണ് ഇത്തരത്തിലൊരു വിധി പ്രസ്താവം പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും ആന്റണി രാജു അല്പസമയത്തിനുള്ളിൽ പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ അടക്കം സന്നാഹവും ഇവിടെ സുരക്ഷയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ള ആന്റണി രാജു ഈ ശിക്ഷാവിധി കേട്ടതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. എന്തായാലും 34 വർഷം നീണ്ടുനിന്ന ഒരു കേസാണ്, പ്രമാദമായ കേസ്, തൊണ്ടിമുതൽ മോഷണം എന്ന് പറയുന്ന ഒരു കേസ്. ആ കേസിനെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു MLA സ്ഥാനം നഷ്ടപ്പെടുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും ആന്റണി രാജുവിന് മാത്രമല്ല ഇടതുപക്ഷ മുന്നണിക്ക് തന്നെ, LDF മുന്നണിക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അടുത്ത ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനിരുന്നതാണ് ആന്റണി രാജു. അതോടുകൂടി തന്നെ ഈ ഒരു വിധിയോടുകൂടി തന്നെ ഇത്തരത്തിൽ തുടർന്നും മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്കും അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിർണായകമായൊരു വിധി പ്രസ്താവം തന്നെയാണ് കോടതിയുടെ ഭാഗത്തുണ്ടായത്. കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത് തൊണ്ടിമുതൽ മോഷണവുമായി ബന്ധപ്പെട്ട്
ആന്റണി രാജു അടക്കമുള്ള 1ഉം 2ഉം പ്രതികൾക്ക് 3 വർഷം തടവിന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ശിക്ഷാവിധി പുറപ്പെടുവിച്ചിരുന്നത്. കോടതി നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ മേൽക്കോടതിയെ സമീപിക്കണമെന്നൊരു ഹർജി പ്രോസിക്യൂഷൻ നൽകിയിരുന്നു. അതായത് ഇത്തരത്തിലുള്ള കേസുകൾ ഈ 2 വർഷം മുതൽ ജീവപര്യന്തം വരെ ലഭിച്ചേക്കാവുന്ന പ്രമാദമായ ഒരു കേസ് തന്നെയാണ് ഈ കേസ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശിക്ഷാവിധി നടപ്പിലാക്കണമെങ്കിൽ ഈ കോടതിക്ക്, മജിസ്ട്രേറ്റ് കോടതിക്ക് 3 വർഷത്തിന് മുകളിലേക്ക് ശിക്ഷ വിധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വിധി പ്രസ്താവം മറ്റൊരു കോടതിയിലേക്ക് മാറ്റി CJM കോടതിയിലേക്ക് മാറ്റണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ പ്രോസിക്യൂഷൻ്റെ ഹർജിയിലാണ് ഇപ്പോൾ മേൽക്കോടതിയിലേക്ക് പോകേണ്ട ആവശ്യമല്ല, ഈ കോടതി തന്നെ വിധി പ്രസ്താവം നടത്താമെന്ന് കോടതി നിരീക്ഷണമുണ്ടായിരിക്കുന്നത്. അതിനുശേഷമാണ് കേസുമായി ബന്ധപ്പെട്ട വിധി പ്രസ്താവം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. MLA ആന്റണി രാജു അതോടൊപ്പം തന്നെ കോടതിയിലെ മുൻ ക്ലർക്ക് ആയിട്ടുള്ള 2 പേർക്കും 1ഉം 2ഉം പ്രതികളാണ്. തൊണ്ടിമുതൽ മോഷണവുമായി ബന്ധപ്പെട്ട കേസിലെ 1ഉം 2ഉം പ്രതികളാണ്. ഈ 2 പ്രതികൾക്കും ആ പ്രതികളുടെ കുറ്റകൃത്യം നടത്തിയെന്ന് കോടതിക്ക് വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ വിധി പ്രസ്താവം വന്നിരിക്കുന്നത്, തടവിന് വിധിച്ചിരിക്കുന്നത്. അതായത് 2 വർഷം 3 വർഷത്തിലേക്കാണ് തടവിന് വിധിച്ചിരിക്കുന്നത്. ആന്റണി രാജു MLA ജയിലിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നിലവിൽ ജാമ്യാപേക്ഷ ആന്റണി രാജു സമർപ്പിച്ചിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷയിൽ എന്ത് വിധി ഉണ്ടാകുമെന്ന് അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നോക്കിക്കാണേണ്ടത്. ജാമ്യാപേക്ഷ കൂടി തള്ളുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആന്റണി രാജു ജയിലിലേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിർണായകമായ വിധി പ്രസ്താവമാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. തൊണ്ടിമുതൽ മോഷണം 1990കളിലാണ് ഈ കേസ് ആരംഭിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു വിദേശി ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് ലഹരി കടത്തിക്കൊണ്ടുവന്നതുമായി കേസിൽ പിടിക്കപ്പെടുന്നു. അടിവസ്ത്രത്തിനുള്ളിൽ ലഹരി കടത്തിയ കേസിലാണ് പിടിക്കപ്പെടുകയും ആ കോടതി 10 വർഷത്തിന് ശിക്ഷ വിധിക്കുകയും ചെയ്തു. അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തൊണ്ടി മുതൽ മറ്റൊരു കോടതിയിൽ തന്നെ ക്ലർക്കിനെ സ്വാധീനിക്കുകയും അന്ന് ആ കേസ് കൈകാര്യം ചെയ്ത പ്രതിക്ക് വേണ്ടി കേസ് കൈകാര്യം ചെയ്ത അഭിഭാഷകൻ്റെ ജൂനിയർ അഭിഭാഷകനായിരുന്നു ആന്റണി രാജു. ആന്റണി രാജുവിൻ്റെ നേതൃത്വത്തിൽ ഈ തൊണ്ടി മുതൽ പുറത്തെത്തിച്ച് അത് അടിവസ്ത്രം അത് വെട്ടി ചുരുക്കിക്കൊണ്ട് പാകമാകാത്ത രീതിയിൽ, ഒരു കൊച്ചുകുട്ടിക്ക് പാകമാകുന്ന രീതിയിൽ അത് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് കോടതിയെ സമീപിക്കുകയും ഈ അടിവസ്ത്രം ഈ പ്രതിയുടേതല്ല എന്നത് അടക്കമുള്ളവ സമർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ സമർത്ഥിച്ചതിന് ശേഷമാണ് കോടതി ആ വിദേശിയായ പ്രതിയെ വെറുതെ വിടുന്നൊരു സാഹചര്യവും ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ഈ കേസിൻ്റെ അന്വേഷണം നടത്തിയ ഉദ്യോഗസ്ഥൻ ജയമോഹൻ ഇത് തൊണ്ടിമുതൽ മോഷണം നടത്തിയാണ് പ്രതി രക്ഷപ്പെട്ടതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുകയും കേസ് വീണ്ടും ഫയൽ ചെയ്യുകയും ചെയ്തത്. അതിനുശേഷം ഫോറൻസിക് പരിശോധനകൾ അടക്കം നടന്നു. ഈ ഫോറൻസിക് പരിശോധനയിലാണ് ഈ അടിവസ്ത്രം രണ്ടാമത് വെട്ടിത്തയ്ച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊരു തെളിവ് വരുന്നത്. അതിനുശേഷം പലതവണ കേസിൽ തുടർന്നങ്ങോട്ട് 19 വർഷക്കാലം വിചാരണ കൂടാതെ നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീടാണ് വീണ്ടും അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിൽ ഈ നിലവിലെ ഒരു സ്ഥിതിയിലേക്ക്, നിലവിലെ നടപടികളിലേക്ക് അടക്കം ചെന്നെത്തുന്ന നിലയിലേക്ക് ആന്റണി രാജുവിന് തിരിച്ചടി ഉണ്ടാകുന്ന നിലയിലേക്കൊക്കെ കേസിന്റെ ഗതി മാറുന്ന സാഹചര്യം വരെ ഉണ്ടായത്. എന്തായാലും നിർണായകമായ കേസാണ്. നിർണായകമായ വിധി തന്നെയാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കോടതി പരിസരത്ത് നിന്ന് MS വീണ കൂടി ചേർന്നുണ്ട്. ആ വീണ, കോടതിയുടെ മറ്റ് നിരീക്ഷണങ്ങളൊക്കെ എന്തൊക്കെയാണ്? വിഷ്ണു, കോടതി കൃത്യമായി വിലയിരുത്തിയിരുന്നു, അതായത് കുറ്റക്കാരനാണെന്നുള്ളത്. ഒപ്പം തന്നെ ഒരു ഉപഹർജി നൽകിയിരുന്നു. കോടതിയുടെ പരിധിയിലല്ലാതെ 14 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന, ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളും വകുപ്പുകളും ഉള്ളതിനാൽ മേൽക്കോടതിയിലേക്ക് ഒരു കേസ് പരിഗണിക്കുമെന്നുള്ള പ്രോസിക്യൂഷന്റെ അപേക്ഷ കോടതി തള്ളുകയാണ് ചെയ്തത്. അത് സാധൂകരിക്കുന്ന വിവരങ്ങളില്ലെന്ന് കോടതി മജിസ്ട്രേറ്റ് കോടതി തന്നെ ശിക്ഷ വിധിക്കുകയും ചെയ്തത്. അല്പസമയങ്ങൾക്ക് മുമ്പാണ് കേസിൽ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വകുപ്പുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 3 വർഷമാണ് ഇരു പ്രതികൾക്കും ശിക്ഷ ലഭിച്ചത്. 3 വർഷ കാലയളവിലെ ശിക്ഷയും ഒപ്പം തന്നെ ഒന്നാം പ്രതിക്ക് 409 വകുപ്പ് പ്രകാരം 1 വർഷം ശിക്ഷയും 5000 രൂപ പിഴയും ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ശിക്ഷാവിധിയിൽ വകുപ്പുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ IPC 120B പ്രകാരം 6 മാസം തടവും, അതുപോലെ തന്നെ IPC 201 പ്രകാരം 3 വർഷം തടവും 10000 രൂപ പിഴയും, IPC 93 പ്രകാരം 3 വർഷം ശിക്ഷയും, ഒപ്പം തന്നെ IPC 465 പ്രകാരം 2 വർഷം ശിക്ഷയും ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. 2 പ്രതികൾക്കും 3 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ വാദത്തിലാണ് ഈ നിർണായകമായിട്ടുള്ള ഉത്തരവ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ കോടതിയുടെ വിധി വന്നതിന് പിന്നാലെ തന്നെ ഇരു പ്രതികളും കോടതിയിൽ ഈ ശിക്ഷ വിധിച്ച കോടതിയിൽ തന്നെ ജാമ്യാപേക്ഷ നൽകുകയാണ് ചെയ്തത്. ഈ ജാമ്യാപേക്ഷയും ഇപ്പോൾ ഇരു പ്രതികൾക്കും ലഭിച്ചിരിക്കുകയാണെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ആന്റണി രാജുവിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ നേതാവാണ്, ഒപ്പം തന്നെ മുൻ മന്ത്രിയാണ്, MLA ആണ്. അതിനാൽ തന്നെ നിയമസഭാ സാമാജികൻ എന്നുള്ള പദവി നഷ്ടമായിരിക്കുകയാണ്. 2 വർഷം, അതായത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 2 വർഷം വരെ തടവ് ലഭിച്ചാൽ MLA പദവി നഷ്ടമാകുമെന്നാണ് നിയമം. ആ ഒരു നിയമപ്രകാരം ഇപ്പോൾ ആന്റണി രാജുവിന് MLA പദവി നഷ്ടമായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. കോടതിക്കകത്ത് നിന്ന് വിധി കേൾക്കുന്ന സമയം വരെ 2 പ്രതികളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 2 പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു തിരിച്ചടി ഉണ്ടായെന്നുള്ളതാണ്. സർക്കാരിന്റെ തന്നെ മുൻ മന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് ശിക്ഷ വിധിച്ചതോടുകൂടി, കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതോടുകൂടി, കോടതി ശിക്ഷ വിധിച്ചതോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട MLA സ്ഥാനം നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് സർക്കാരിന് കിട്ടിയ കനത്ത തിരിച്ചടി കൂടിയായിട്ട് നമുക്ക് ഈ ഒരു വിധിയെ കാണാൻ സാധിക്കും. വിഷ്ണു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ കുറ്റക്കാരനാണെന്ന് തെളിയുകയും ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതിയായ ജോസ് കൃത്യമായി വിചാരണ കാലയളവിൽ തന്നെ കുറ്റം സമ്മതിക്കുകയും ഇത്തരത്തിൽ, അതായത് അന്നത്തെ തൊണ്ടിമുതൽ കേസ് 1990 കേസിന് ആസ്പദമായ കേസിലെ തൊണ്ടിമുതലായ അടിവസ്ത്രം അത് മാറ്റുന്നതിനും അത് വെട്ടിച്ചുരുതാക്കുന്നതിനുമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നുവെന്ന് കൃത്യമായിട്ട് തന്നെ അന്നത്തെ കോടതി ക്ലർക്കായിരുന്ന ജോസ് കോടതിയിൽ കുറ്റം സംഭവിക്കുകയും ചെയ്തു. തനിക്കൊപ്പം ഉണ്ടായിരുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അന്നത്തെ മുതിർന്ന അഭിഭാഷകരുടെ ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തി, കൃത്യമായിട്ട് ഇതിൽ പങ്കുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടു. ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, വ്യാജരേഖ ചമയ്ക്കൽ, സർക്കാർ പദവിയിൽ ഇരുന്നു കൊണ്ടുള്ള വഞ്ചന, ഇക്കാര്യങ്ങളൊക്കെ കോടതി കൃത്യമായി കണ്ടെത്തുകയും അത് വിലയിരുത്തുകയും ചെയ്തു. കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഏകദേശം 5 മണിയോട് കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയുടെ ശിക്ഷ വിധിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. വിഷ്ണു, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് KSUവിന്റെ നേതൃത്വത്തിൽ കോടതിക്ക് മുന്നിൽ പ്രതിഷേധിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. തന്നെയാണ് കനത്ത തിരിച്ചടിയാണ് തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു MLAക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ MLA സ്ഥാനം വരെ നഷ്ടമായിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം അത് കൃത്യമായി തെളിഞ്ഞിരിക്കുന്നു. തടവ് ശിക്ഷ കോടതി വിധിച്ചിരിക്കുകയാണ്. വീണ, തുടരുക. ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് കൂടി ചേർന്നുണ്ട്. ഐസൺ, എന്തായാലും നിർണായകമായ ശിക്ഷാവിധി പുറത്തു വന്നിരിക്കുകയാണ്. നമുക്കറിയാം 3 പതിറ്റാണ്ടായി നീളുന്ന വിചാരണ, ചില സമയത്ത് ഇതിന്റെ വിചാരണ പോലും തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എത്രത്തോളം നീണ്ടുനിന്ന ആ ഒരു നിയമ നടപടികൾക്കൊടുവിലാണ് നിർണായകമായ വിധി ഇപ്പോൾ നെടുമങ്ങാട് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിലേറെ ശ്രദ്ധേയമായ കാര്യം കോടതി ചൂണ്ടിക്കാട്ടിയത് പ്രോസിക്യൂഷൻ ഉന്നയിച്ചതുപോലെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം പോലും കോടതി തടഞ്ഞു. ഇതിന്റെ ശിക്ഷാവിധി ഈ കോടതിയിൽ തന്നെ നടക്കണമെന്ന് കോടതിക്ക് കൃത്യമായൊരു നിലപാട് ഉണ്ടായി എന്നുള്ളൊരു കാര്യം എടുത്തു പറയേണ്ടത്. അങ്ങനെയെങ്കിൽ ഇത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നിയമ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ നീതിന്യായ സംവിധാനത്തിന്റെ ഒരു വിജയമായി തന്നെ കണക്കാക്കേണ്ടതല്ലേ? തീർച്ചയായും വിഷ്ണു, നീതിന്യായ സംവിധാനത്തിൻ്റെ വിജയം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്കറിയാവുന്നതാണ്, ഒരു വിചാരണയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരാക്കുന്ന തെളിവുകൾ നശിപ്പിക്കുക എന്ന കൃത്യമായ നീക്കം നടത്തി അത് തൊണ്ടി മുതൽ തന്നെ, അതായത് കോടതിയുടെ കയ്യിലെത്തിയ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി കൃത്യമായി തെളിവായി മാർക്ക് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ സീൽ വെച്ച് സൂക്ഷിച്ചിരുന്ന ആ തെളിവാണ് നശിപ്പിച്ചത്. അതായത് കോടതിയുടെ കസ്റ്റഡിയിലിരുന്ന തെളിവുകളെയാണ് അല്ലെങ്കിൽ തൊണ്ടി മുതലാണ് നശിപ്പിച്ചത് എന്നതാണ് ഏറെ ഗൗരവമർഹിക്കുന്ന ഒരു വിഷയമായി ഉയർന്നു വരുന്നൊരു സാഹചര്യമുള്ളത്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിരവധിയായ വകുപ്പുകൾ ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഈ പ്രോസിക്യൂഷൻ മറ്റൊരു ഹർജി, പ്രത്യേക കേസ് മാറ്റണം, അതായത് സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റണമെന്ന ഹർജി നൽകാനുള്ള കാരണം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ, അതായത് BNSന് മുൻപുണ്ടായിരുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 409 വകുപ്പ് അനുസരിച്ചാണ് അത്തരത്തിലൊരു നിയമം ഉണ്ടായിരുന്നത്. അതായത് 409 വകുപ്പ് എന്ന് പറയുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർ പാലിക്കേണ്ട, വിശ്വസ്തത പാലിക്കാതെ വരുമ്പോൾ സർക്കാർ സംവിധാനങ്ങളിലെയും നീതിന്യായ സംവിധാനങ്ങൾക്കും ഉണ്ടാകുന്ന വലിയ ആഘാതങ്ങൾ അത് ഒഴിവാക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള കുറ്റകൃത്യത്തിനുള്ള ശിക്ഷയാണ്. അത് 10 വർഷത്തിൽ മീതെ ശിക്ഷ ലഭിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ശിക്ഷ 10 വർഷത്തിൽ മീതെ ശിക്ഷ വിധിക്കാൻ അധികാരമുള്ള കോടതിക്ക് ഈ കേസ് കൈമാറണമെന്ന ഒരു ആവശ്യമാണ് സെഷൻസ് ഈ മജിസ്ട്രേറ്റ് കോടതിയിൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. സെഷൻസിലേക്ക് മാറ്റണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. ആ കേസിലും ആ വകുപ്പിലും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 വർഷം തടവും 5000 രൂപ പിഴയുമെന്നാണ് ഇപ്പോൾ പുതിയ വിവരങ്ങളനുസരിച്ച് അതിൽ ശിക്ഷ വിധിച്ചതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് ആന്റണി രാജുവിനല്ല, 1-ാം പ്രതി ജോസ് എന്ന് പറയുന്ന ഈ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ചുമതലയുള്ള കോടതി ജീവനക്കാരനായ ക്ലർക്കിനാണ് ആ വകുപ്പ് പ്രകാരം ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ വ്യാജരേഖ ചമയ്ക്കൽ 2 വർഷം ശിക്ഷ ലഭിക്കാവുന്ന 465 വകുപ്പ് പ്രകാരമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം 465 പ്രകാരമുള്ള 2 വർഷം ശിക്ഷ ലഭിക്കുന്ന വ്യാജരേഖ ചമയ്ക്കൽ കൃത്യമായും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിനും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ഗൂഢാലോചന കൃത്യമായി 120B ഗൂഢാലോചന കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട്. ഗൂഢാലോചന കൃത്യമായി തെളിയുകയും ഈ കുറ്റകൃത്യം എന്ന് പറയുന്നത് 2 പ്രതികളും ചേർന്ന് നടത്തി എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എങ്കിൽ കൂടി ആന്റണി രാജുവിനെ ആ കുറ്റകൃത്യം, അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വിശ്വാസ്യത തകർക്കുന്നതിനുള്ള നീക്കങ്ങൾ
ബന്ധങ്ങൾ തകർക്കുന്ന ഒരു നിലപാട് അതിന് കൂട്ടുനിന്നു എന്നതും അതിനായി ഗൂഢാലോചന നടത്തിയെന്നതും 120B പ്രകാരം തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടി അതിൽ കുറ്റകൃത്യം നടത്തിയതായി ആന്റണി രാജുവിനെ നിരീക്ഷിച്ചിട്ടില്ല കോടതി എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെളിവ് നശിപ്പിക്കലിനും അതുപോലെ തന്നെ വ്യാജരേഖ ചമക്കലിനും തെളിവ് നശിപ്പിക്കൽ, അതായത് നമുക്കറിയാവുന്നതാണ് തെളിവ് ആയി കോടതിയിൽ ഹാജരാക്കിയത്, അതായത് വിചാരണ തെളിവെടുപ്പ് വേളയിൽ അല്ലെങ്കിൽ പോലീസ് അന്വേഷണം നടത്തുമ്പോൾ മഹസർ തയ്യാറാക്കുന്ന വേളയിലൊക്കെ തെളിവുകൾ മാറ്റിയിടുന്നതിന് പകരം മാറ്റിയിടുന്ന ആ രീതിയാണ് നേരത്തെ സാധാരണഗതിയിൽ കുറ്റകൃത്യങ്ങളിൽ ഉണ്ടാവുക. അല്ലെങ്കിൽ തെളിവുകൾ ഒളിച്ചു വെക്കുന്ന രീതിയായിരിക്കും, തെളിവെടുപ്പിന് മുൻപേ തന്നെ അത് ഒഴിവാക്കുന്ന രീതിയായിരിക്കും. പക്ഷേ പോലീസ് തെളിവെടുത്ത് കോടതിയിൽ സീൽ വെച്ച് ഹാജരാക്കിയ ഒരു തൊണ്ടി മുതൽ കൃത്യമായി തിരിച്ചെടുത്ത് തൊണ്ടി ക്ലർക്കിനെ അല്ലെങ്കിൽ തൊണ്ടി മുതൽ സൂക്ഷിക്കുന്ന ക്ലർക്കിനെ കൃത്യമായി സ്വാധീനിച്ച് അയാൾ വഴി അത് എടുത്ത് അതിൻ്റെ വലിപ്പം കുറയ്ക്കുന്ന വെട്ടിച്ചുരുക്കലുകൾ നടത്തി, അതായത് വെട്ടി തുന്നിയതിന് ശേഷം അത് വീണ്ടും തിരിച്ചു വയ്ക്കുകയായിരുന്നു. ആ കേസ് വീണ്ടും തുടർച്ചയായി നടക്കുകയും അത് കോടതിയിൽ വെച്ച് തന്നെ ഈ അടിവസ്ത്രം ധരിക്കാൻ സാധിക്കുമോ ഈ പ്രതിക്ക് എന്ന് നേരിട്ട് പരിശോധിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് കൃത്യമായും ഇതല്ല തൊണ്ടി എന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ ആ തൊണ്ടി ഉപയോഗിച്ച് ശിക്ഷ വിധിക്കാൻ സാധിക്കില്ല എന്നൊരു സാഹചര്യം വന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലാ ജഡ്ജി തന്നെ പരാതിക്കാരനായി ഈ കേസ് വീണ്ടും ഒരു പരാതിയായി ഉയർന്നു വരികയും ചെയ്തത്. അതിന് ആ വിഷയത്തിൽ, അതായത് തെളിവ് നശിപ്പിക്കലിന് 3 വർഷം ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗൂഢാലോചനയും തെളിഞ്ഞിരിക്കുന്നു. അതായത് മൊത്തം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്ന് വരുമ്പോൾ 3 വർഷമായിരിക്കും ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. 3 വർഷം ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമുക്കറിയാവുന്നതാണ് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വകുപ്പുകൾ പ്രകാരം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ഒരു കൃത്യമായ സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട്. 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 2 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്നും ഒഴിവാക്കപ്പെടുമെന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല 6 വർഷം തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയും ഉണ്ടാകുമെന്ന ഒരു വസ്തുത രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായും ഈ 3 വർഷം ഇപ്പോൾ നിലവിൽ ശിക്ഷ സസ്പെൻഡ് ചെയ്തിരിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ടാണ് ജാമ്യം ലഭിക്കുകയും ചെയ്തത്. ശിക്ഷ സസ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 3 വർഷം സൂചിപ്പിച്ചതുപോലെ ഒരു സിനിമാ കഥയെ പോലും വെല്ലുന്ന ഗൂഢാലോചന നടന്ന കേസാണ്. അതിൽ കൃത്യമായി ഈ ഓരോ വസ്തുതകളും ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കൽ, ഒപ്പം തന്നെ വ്യാജരേഖ ചമയ്ക്കൽ തുടങ്ങിയ വസ്തുതകളൊക്കെ തന്നെയും തെളിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് കോടതിയുടെ നിർണായകമായ വിധി ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുന്നത്. കോടതി പരിസരത്ത് നിന്നിപ്പോൾ MS വീണ കൂടി ചേർന്നുണ്ട്. വീണ, എന്താണ് കോടതി പരിസരത്ത് മറ്റ് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്? നേരത്തെ തന്നെ ശക്തമായ പ്രതിഷേധം ഇതിനോടകം തന്നെ അലയടിക്കുന്നു. ഇത്തരത്തിലുള്ള വിധി വന്നതിന് ശേഷം ആന്റണി രാജു MLA-ക്കെതിരെ ശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യമുണ്ട്. ഒരുപക്ഷെ ഈ ഒരു വിധി പ്രസ്താവം കേട്ടതിന് ശേഷം ആന്റണി രാജു മാധ്യമങ്ങളോട് പ്രതികരിക്കുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ബാക്കിയാവുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ട് അല്പസമയങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. നെടുമങ്ങാട് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് തൊണ്ടി മുതൽ നശിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. 2 പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തുകയും വിവിധ വകുപ്പുകളിലായി ശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ മിക്ക വകുപ്പുകളും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 3 വർഷം വരെ കാലാവധി, ശിക്ഷാ കാലാവധി 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. 3 വർഷമുള്ള ശിക്ഷ 2 പ്രതികളും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുള്ള പിഴ അടയ്ക്കുവാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 10,000-ഉം 5,000-ഉം രൂപയാണ് 2 പിഴ തുകകൾ ഉള്ളത്. ഇത് ഒരുമിച്ച് അടയ്ക്കുമ്പോൾ ഇളവുകൾ എന്തെങ്കിലും വരുമോ എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രസ്താവനത്തിന് ശേഷം വരുന്ന പൂർണ്ണമായിട്ടുള്ള ഉത്തരവിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായ വിവരം അറിയാൻ സാധിക്കുക. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നെടുമങ്ങാട് കോടതിക്ക് പരിസരത്ത് ആന്റണി രാജുവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസിന്റെ പ്രതിഷേധം ബാനറുകളുമായി തൂക്കിപ്പിടിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്റണി രാജു കോടതി മുറിക്കുണ്ടായിരുന്നു. രാവിലെ മുതൽ തന്നെ കോടതി മുറിയിൽ ഉണ്ടായിരുന്നു. ഈ വിധി കേൾക്കുന്നതിനായി തന്നെ 2 പ്രതികളും കോടതിയിലേക്ക് എത്തിയിരുന്നു. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പായിരുന്നു. 2:45 വിധി പറയുമെന്ന കോടതി പറഞ്ഞിരുന്നുവെങ്കിലും 4:30 ശേഷമാണ്, 4:45 ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നത്. ഈ വിധി പ്രസ്താവം വന്നതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കോൺഗ്രസിന്റെ നിരവധി പ്രവർത്തകർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കിയത്. എന്നാൽ അതിനുശേഷം കോടതി മുറിയിൽ വെച്ച് പ്രതികരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് കോടതി മുറിയിൽ ഉച്ചയ്ക്ക് താൻ കയറിയപ്പോൾ, അതായത് ഈ വിധി പറയുന്നതിന് മുമ്പ് താൻ കോടതിയിൽ പ്രവേശിക്കുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങളെ കണ്ടു. ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം താൻ നടത്തിയതാണ്. ഈ വിധി പ്രസ്താവം വന്നതിന് ശേഷം തനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്നുള്ളൊരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്.
ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സർക്കാരിന് കൂടി തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് 2 വർഷത്തിലധികം ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ MLA ആണ് ആന്റണി രാജു. ഒപ്പം തന്നെ ഇടതുപക്ഷത്തിന്റെ ഒരു നേതാവാണ്, മുൻ ഗതാഗത മന്ത്രിയാണ്. സർക്കാരിന് കൂടി ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ എടുത്തു പറയാനുള്ള കാരണം ഈ തിരിച്ചടി എന്നുള്ളത് ഈ 2 വർഷത്തിലധികം ശിക്ഷ ലഭിക്കുമ്പോൾ, ഏതെങ്കിലും കേസിൽ 3 വർഷം വരെ കാലാവധിക്കുള്ള ശിക്ഷ ലഭിക്കുമ്പോൾ ജനപ്രാതിനിധ്യ നിയമപ്രകാരം MLA സ്ഥാനം നഷ്ടമാകുമെന്നുള്ളതാണ്. MLA എന്ന സ്ഥാനം ഒരു വശത്ത് ആരംഭിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സർക്കാരിന് കൂടി ഏൽക്കുന്ന കനത്ത പ്രഹരമാണ്. ഒരു MLA കൂടി നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ സമയം ചില പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ പ്രതികരണങ്ങളിലേക്കാണ് പോകുന്നത്. അല്ല, മാക്സിമം കൊടുക്കാൻ പറ്റുന്ന, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷ കൊടുത്തിട്ടുണ്ടായോ. അപ്പോൾ പ്രോസിക്യൂഷൻ്റെ ഒരു ആവശ്യം ഇത് എൻഹാൻസ് പണിഷ്മെൻറ്റ് കൊടുക്കണമെന്നായിരുന്നു. കോടതി അതിൽ നിന്നും അതിൻ്റെ റീസൺസ് എനിക്കിപ്പോൾ ഓർഡർ കിട്ടിയതാണ്. ഞാൻ വായിച്ചു നോക്കിയില്ല എന്തുകൊണ്ടാണ് നമ്മൾ പ്രോസിക്യൂഷൻ്റെ അല്ല കുറഞ്ഞ ശിക്ഷയല്ല, ഈ കോടതിക്ക് കൊടുക്കാൻ പറ്റുന്ന പരമാവധി ശിക്ഷയാണ് മാക്സിമം. അത് 3 രൂപയാണ് ഈ കോടതിക്കുള്ള ജൂറിസ്ഡിക്ഷൻ. അങ്ങനെ മാക്സിമം ശിക്ഷ തന്നെ കോടതി കൊടുത്തിട്ടുണ്ട്. ഒരുമിച്ചല്ലേ അനുഭവിച്ചത്? അതെ 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 കോടതി നിരീക്ഷിച്ച് പറഞ്ഞത് അതിൻ്റെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഫൈൻഡിങ്ങിൽ എത്തിയെന്നുള്ളത് ഓർഡർ വായിച്ചു. അതെ ഇല്ല 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 പ്രോസിക്യൂഷന് ഇല്ല. ഇതിന്റെ മാക്സിമം ഇനി അടുത്ത പ്രതികൾക്കാണ് ഇതിന് മുകളിൽ അപ്പീൽ പോകേണ്ടത്. പ്രതികൾക്ക് മേൽക്കോടതിയിൽ നിന്ന് 1 മാസത്തേക്ക് അവർ ഇന്ന് കൊടുത്ത ശിക്ഷയിൽ 1 മാസത്തെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ അവർ സ്റ്റേ മേടിച്ച് കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ റിമാൻഡ് ജയിലിലേക്ക് പോകും. ഈ 409 ഒഴിച്ച് ബാക്കി എല്ലാ കുറ്റങ്ങളും 2 പ്രതികൾക്കും ശിക്ഷയുണ്ട്. ബാക്കി 2 പ്രതികൾക്കും എല്ലാ കുറ്റങ്ങളും ബാധകമാണ്. അതെ അതെ ബാധകമാണ്. നിങ്ങൾ പ്രധാനപ്പെട്ട കാര്യം ഈ ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന ഒന്നായിരുന്നു 409. അതുകൊണ്ട് അത് മേൽക്കോടതിക്ക് റെഫർ ചെയ്യണമെന്നായിരുന്നു ആവശ്യം. ആ ആവശ്യം കോടതി നിലവിൽ പരിഗണിച്ചിട്ടില്ല. അതെ അതെ അത് എന്തുകൊണ്ട് കോടതി പരിഗണിച്ചില്ല എന്നുള്ളത് എനിക്ക് കയ്യിൽ ഓർഡർ കിട്ടിയതേ ഉള്ളൂ. ഓർഡർ വായിച്ച് നോക്കിയാലേ അത് എന്തുകൊണ്ടാണ് പരിഗണിക്കാതെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ കയ്യിൽ ഇപ്പം കോപ്പി കിട്ടിയതേ ഉള്ളൂ. അത് വായിച്ചു നോക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 409 ഒരാൾക്ക് മാത്രമാണ്, 1-ാം പ്രതിക്ക് മാത്രമാണ് ബാധകമാക്കിയിരിക്കുന്നത്. അതെ അതെ അതിന്റെ കാര്യത്തിലും അതെ 84 പേജുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെന്തായിരുന്നാലും വിശദമായിട്ട് വായിച്ച് നോക്കിയാലേ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് കൊടുത്ത അപേക്ഷ പരിഗണിക്കാത്തത് എന്നുള്ളത് വായിച്ച് നോക്കിയിട്ട് പറയാം. 3 പ്രതികൾക്കും 2 പ്രതികൾക്കും 3 വർഷം താഴെ ശിക്ഷ ഉള്ളതുകൊണ്ട് അവർക്ക് ഇന്ന് തന്നെ അവർക്ക് ജാമ്യം അനുവദിച്ചിട്ടുണ്ട് കോടതി. അത് 1 മാസത്തേക്ക് അവർക്ക് ബെയിൽ അനുവദിച്ചിട്ടുണ്ട്. 1 മാസത്തിനുള്ളിൽ മേൽക്കോടതി അവർ സമീപിച്ച് അതിൻ്റെ സെൻറ്റൻസ് 3 കൊല്ലം അത് അപ്പീൽ പോകാൻ 1 മാസം സമയം അവർ അനുവദിച്ചിട്ടുണ്ട്. മറ്റു ജാമ്യ വ്യവസ്ഥകൾ എന്തെങ്കിലും ഇല്ല ഇല്ല അത് ഞാൻ 6 മാസം. പിന്നെ 201-ന് 2 പ്രതികൾക്ക് 3 കൊല്ലവും 10,000 രൂപയും. 193-ക്ക് 3 years. 465-ന് 2 കൊല്ലം. പിന്നെ 409-ന് ആണ് ഇപ്പം കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. അതെ 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 അത് തെളിവ് നശിപ്പിക്കുക. തൊണ്ടുമുതൽ കേസിൽ ആന്റണി രാജുവിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെടുമങ്ങാട് കോടതി. കൂടുതൽ വിവരങ്ങളുമായി MS വീണ ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. വീണ, ഇപ്പോൾ അഭിഭാഷകന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ വിധി പ്രസ്താവം സംബന്ധിച്ചുള്ള പകർപ്പ് അത് കൃത്യമായി പുറത്തു വന്നാൽ മാത്രമേ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കൂ. എന്നിരുന്നാൽ കൂടി അദ്ദേഹം പറഞ്ഞു വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി കോടതിയുടെ നിരീക്ഷണത്തിൽ പരമാവധി ശിക്ഷ നൽകാൻ സാധിച്ചു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്?